ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും വാഹ കിട്ടിയില്ല കേട്ടോ. ഉച്ച കഴിഞ്ഞ് 2 മണിയൊക്കെ ആയി നമ്മൾ ഇറങ്ങിയപ്പോൾ. അപ്പോൾ അത്യാവശ്യം കരിമീനൊക്കെ കിട്ടിയതെന്ന്. ഒരു മാസം കൊണ്ടേ ഫിഷിങ്ങിനൊന്നും പോകാതിരുന്നേ. ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു ജോലിയുടെ കാര്യത്തെപ്പറ്റി. അത് ഇട്ടില്ല, ഞാൻ ഇടാം. അത് ഇച്ചിരി താമസമുണ്ട് അത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നിവിടെ നിർത്തുക. ഭയങ്കര വെയിൽ, കുഴഞ്ഞ് ഭയങ്കര ചൂട്, വെള്ളം കുടിച്ച് ഊപ്പാട് വന്നു. അപ്പോൾ നിങ്ങൾ പോയിക്ക് ഇതിനകത്തോട്ട് ചാടി ഞാൻ കുടിച്ചാൽ പോടെയെന്ന്. ശരിയാകത്തില്ല, വയറ് നിറഞ്ഞാൽ കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് മീനെയൊക്കെ ഒന്ന് കണ്ടോ കേട്ടോ. ഇപ്പോൾ രാവിലത്തെ അടിപൊളി 2 ഷൂട്ട്, അടിപൊളി 2 ഷൂട്ടായിരുന്നു കേട്ടോ. ഒരു കരിമീനും ഒരു ചെമ്പല്ലി. അപ്പോൾ നമുക്ക് ഷൂട്ടൊന്ന് കണ്ടു നോക്കിയാലോ. അടിപൊളിയായിരുന്നു. ഇനി ഇവിടുന്ന് അടുത്തൊരു സ്പോട്ടിലോട്ട് പോകാം. ഇച്ചിരി അപ്പുറമാണ്, നമ്മളൊന്ന് പോയിട്ട് വരാം കേട്ടോ. വെള്ളം കലങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇല്ല, ചെറുതാ. വെള്ളത്തിന് കളർ വ്യത്യാസം കൊണ്ട് ഒന്നും കാണാൻ വയ്യ. 100 പോലും കാണത്തില്ല. 100 പോലും കാണത്തില്ല. 100 കാണുമെന്ന് തോന്നുന്നു, അത്രയും കാണത്തുള്ളൂ. കരിമീൻ മറ്റേത് ബാഗിനകത്ത് ഇട്ടിരിക്കും. എന്താ അത് എൻ്റെ മോക്ക് കൊടുക്കാനാ. ഞാനേ പൈസ അതായി കടയിൽ നിന്ന് ഞാൻ മേടിച്ചു തരാം. ഞാൻ സൈക്കിളാണ് വിട്ടിരിക്കുക. ഓ, പോട്ടു. നാട്ടിൽ കടയിൽ നേരത്തെ കണ്ട അച്ഛനും കൊടുത്ത മീൻ കേട്ടോ. അച്ഛനൊരു മോക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞ് മേടിച്ചു പോയി. അച്ഛൻ കടയിൽ പോയി പൈസ മേടിക്കാൻ പോയതാണ്. പോയിട്ട് വരുന്നവരെ നമ്മൾ അടുത്ത ഷൂട്ടിലോട്ട് പോയി. അടിപൊളി ഒരു കരിമീൻ. താഴെ ഇറങ്ങിച്ചെന്ന് അടിക്കുന്നത് കേട്ടോ. വാക്കിനടുത്ത് വന്നതിന് അടിക്കുന്നത്. അടുത്ത് വരണം. അപ്പോൾ അച്ഛന് കൊടുത്തിരിക്കുന്ന മൊത്തത്തിൽ 3 കരിമീനും നമുക്ക് ആദ്യം കിട്ടിയ ചെമ്പല്ലിയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് കൊണ്ടുപോട്ടെന്ന് വിചാരിച്ച്. വെറുതെ കൊടുത്തതൊന്നുമല്ല കേട്ടോ, നമ്മൾ പൈസയ്ക്ക് തന്നെ നമ്മൾ കൊടുത്തത് കേട്ടോ. അല്ല, വെറുതെ നമ്മൾ കൊടുക്കാനൊന്നും നമ്മളെ കൊണ്ടുള്ള നിവൃത്തിയില്ല. നമുക്കുള്ള കാര്യങ്ങൾ മേടിക്കണം. അമ്പും കാര്യങ്ങളൊക്കെ ഇനി 1 മാസം കൂടെ കഴിഞ്ഞിട്ടേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതൊക്കെ മേടിക്കണ്ടേ, അതിനൊക്കെ പൈസ ഒപ്പിക്കണം. നമ്മളെ മെയിൻ കാര്യം അടുത്ത അമ്പ് മേടിക്കണം. അതാ നമ്മുടെ അടുത്തായിട്ട് എന്താ വരുന്നത് കേട്ടോ. കുറേ കരിമീൻ വരുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് കൊണ്ട് കൈ കിടന്ന് വിറയ്ക്കുന്നത് എന്താണെന്നോ അറിയത്തില്ല. എന്തായാലും ഒന്ന് കണ്ടു പോകെ. എന്താ ഇങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് അറിഞ്ഞൂടാ. 1 മാസം എടുക്കാതിരുന്നില്ലേ, ഇനി അതിൻ്റെ ആണോന്നും അറിയത്തില്ല. അത്രയും നാൾ നമ്മൾ ഉപയോഗിക്കാതിരുന്നുണ്ട്. റബ്ബറൊക്കെ നല്ല വലിച്ചു പിടിക്കണ്ടേ, അപ്പോൾ അതിൻ്റെയൊക്കെ ആയിരിക്കും. കുഴപ്പമില്ല, അടുത്ത് തന്നെ ഇതൊക്കെ മാറ്റിയെടുക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ വന്നിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി
ഭാഗത്തോട്ട് പോകുമ്പോൾ ഇച്ചിരി പ്രശ്നം പിടിച്ചൊരു ഏരിയ കേട്ടോ. എനിക്ക് ഇന്നാ അത് മനസ്സിലായത്. എന്താണെന്ന് വെച്ചാൽ നേരത്തേക്ക് ഞാൻ ആ ഭാഗത്തോടെ പോകുമ്പം വലിയ കുഴപ്പമില്ലായിരുന്നേ. എന്നാൽ ആ ഭാഗത്ത് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ മൊത്തം നീർന്നാ കയറി കിടക്കുന്നതൊക്കെ ഞാൻ കണ്ടില്ലേ, കാട്ടിലോട്ട് വന്ന് കയറിയതാ കൂടുതൽ. അപ്പോൾ അവിടെ ചാടിയതേ ഉള്ളു. ഞാൻ വെച്ചു പട്ടിയായിരിക്കും. 3-4 എണ്ണം ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഒറ്റയ്ക്ക് വരം സൂക്ഷിക്കണം. സൗണ്ട് കേട്ടോ. ഇവിടെ എല്ലാം അതിൻ്റെ കേന്ദ്രമാണ്. ഇതിൻ്റെ ഇടയ്ക്കൂടെ കാണുന്നുണ്ട് ഹോള്. നോക്കൂല്ലോ. ഇവിടുന്ന് ഒരു കരിമീനെയും കൂടെ ഞാൻ അടിച്ചെടുക്കുന്നുണ്ട്. അതാ അങ്ങോട്ട് ചെന്ന് നിന്നപ്പോൾ എത്രയും നേരം വെയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പം വെയിലും അങ്ങ് മങ്ങി കഴിഞ്ഞിട്ട് അത് ചെറിയ രീതിയിൽ ഞാൻ ഒന്ന് കണ്ടോളൂ. ജസ്റ്റ് ഒന്ന് അടിച്ച് നോക്കിയത് എന്തായാലും കറക്റ്റ് തന്നെ കിട്ടി. ഇതുപോലെ തന്നെ നമ്മുടെ ഇത് ലാസ്റ്റ് ഫിഷിംഗ് ആയിട്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കുറച്ച് മീനെയൊക്കെ പിടിച്ചില്ലായിരുന്നു. അതെല്ലാം വച്ചാനും കൊടുത്തില്ലേ. അത് ലാസ്റ്റ് ആ മീനെ ഒന്നും കാണിക്കാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ അത് കഴിഞ്ഞിട്ട് പിടിക്കുന്ന മീനെ മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഈ ഫിഷിംഗ് കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ എല്ലാം കണ്ടല്ലോ, കഴുന്ന നീർന്നാന്നൊക്കെ പറയുന്നത്, അതിനെ ഒന്ന് കാണാൻ പോകണം കണ്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ സമയത്ത് ഞാൻ ചെന്നപ്പോൾ കണ്ടില്ലായിരുന്നു. ഇനി രണ്ടാമത് ചെല്ലുമ്പോൾ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്നാലും നമ്മളൊന്ന് പോയി ഒന്ന് കറങ്ങിയിട്ടൊക്കെ ഒന്ന് വരണം. ഒന്ന് കാണിക്കണം എന്നൊരാഗ്രഹമുണ്ട്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ചെറിയൊരു ധൈര്യത്തിലൂടെ പോന്നേ. എന്തായാലും ഒന്ന് പോവാം. എപ്പോഴായാലും കിട്ടേണ്ടതല്ലേ. നേരത്തെ ഒന്ന് പോയി കാണാം. ആ ഏരിയയൊക്കെ ഒന്ന് കണ്ട് മനസ്സിലായി. നമ്മൾ നേരത്തെ പോയിക്കൊണ്ടിരുന്ന ഏരിയ അത്. എന്തായാലും ആ ഭാഗത്തോട്ടൊന്ന് പോവുക കേട്ടോ. അത് പെട്ടെന്നുള്ളൊരു ചാടിപ്പോക്കായതുകൊണ്ട് ഞാൻ സ്ലോ മോഷനിലൊന്നിട്ട് കാണിക്കാം കേട്ടോ. അതിനെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നേരത്തെ ഞാൻ ഒത്തിരി കുഴി കാണിച്ചില്ലേ, അതിൽ കിടന്നായിരുന്നു. ഞാൻ വിചാരിച്ചു അവിടെ കാണത്തില്ലെന്ന്. അങ്ങനെ തിരിഞ്ഞിട്ട് പെട്ടെന്നാണ് കാണുന്നത് ഞാൻ. കണ്ടോ, ഇത്രയും അടുത്താണ് നിൽക്കുന്നത്. നീർനായ അതുകൊണ്ട് അവിടെ ഒരു കുഴിയുണ്ടോ, കുഴിക്കാത്ത. കുഞ്ഞുങ്ങളായിട്ട് കിടക്കുമ്പോൾ മാത്രം ഒന്ന് പേടിച്ചാൽ മതി, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അവർ ഇത്രയുള്ള നമുക്ക് കിട്ടിയ മീൻ, നേരത്തെ കിട്ടിയ മീൻ അങ്ങ് കൊടുത്തില്ലേ. അപ്പോൾ ഇനി ഇതിലും നല്ലൊരു വീഡിയോയിൽ കാണാം.